വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങളെ പറ്റിയിട്ടാണ് പലപ്പോഴും നമ്മൾ കൂടുതലായിട്ട് ഞാൻ ഈ ലൂപ്പിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളത് നോട്ടീസ് ചെയ്യാൻ പറ്റണം. അവർക്ക് ചെറുപ്പത്തിൽ തൊട്ടേ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഉണ്ട്. മൈൻഡ്ഫുൾനെസിന്റെ ഒരു കോൺസെപ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ, ഈ ഫിയർ ഓഫ് ഫെയിലിയറിനെ കുറിച്ച് നമ്മൾ കുറച്ച് നേരം പറഞ്ഞു. ഫിയർ ഓഫ് ഫെയിലിയറിനോട് കൂടെ തന്നെ സംസാരിക്കാൻ പറ്റുന്ന വേറൊരു ടോപ്പിക്കാണ് ഓവർ തിങ്കിങ്. ബിക്കോസ് ഇറ്റ് മൈറ്റ് ബി വെരി അഡ്ജസന്റ് ഇൻ ദ ടോപ്പിക്സ്. എങ്ങനെയാണ് ഓവർ തിങ്കിങ് ഫിയർ ഓഫ് ഫെയിലിയറിനെ അല്ലെങ്കിൽ റെസ്റ്റ് ഓഫ് ദി മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് ഡെഫിനറ്റ്ലി ഓവർ തിങ്കിങ് പലപ്പോഴും ഇപ്പം നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു പല രീതിയിലുള്ള പ്രോബ്ലംസിലേക്ക് ലീഡ് ചെയ്യുന്നത് പലപ്പോഴും ഓവർ തിങ്കിങ് ആണ്. അപ്പം അതൊരു ഇപ്പം ലോ മോഡ് ഉള്ളപ്പോൾ ഡെഫിനറ്റ്ലി വി ആർ മോർ പ്രോൺ ടു ഇറ്റ്. നമ്മളിങ്ങനെ പല രീതിയിലുള്ള വാട്ട് ഇഫ് പോസിബിലിറ്റീസ് ആയിരിക്കും നമ്മൾ ആലോചിച്ച് പോകുന്നുണ്ടാവുക. അല്ലാതെ ഒരു ആങ്ഷ്യസ് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഉള്ള സമയത്തും അതെ ഇതേപോലെ തന്നെയാണ്. നമ്മൾ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക, അതിനുള്ള പോസിബിലിറ്റീസ് എന്താണ് എന്നുള്ളതായിരിക്കും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അപ്പം ഈ ഓവർ തിങ്കിങ്ങിൻ്റെ കാരണം തന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങളെ പറ്റിയിട്ടാണ് പലപ്പോഴും നമ്മൾ കൂടുതലായിട്ട് ചിന്തിച്ച് പോകാറുള്ളത്. ഇപ്പോൾ നമുക്കൊരു പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ ഒരു ഔട്ട്കംസ് എന്തൊക്കെയായിരിക്കും. അതായത് ഇപ്പോൾ ഇന്നൊരു കാര്യം ഇത്ര ഒരു എഫേർട്ട് ഞാൻ ഇടുന്നുണ്ട്, അതിൽ എന്തായിരിക്കും സംഭവിക്കുക, അതിൻ്റെ അത് ഓക്കെ ആയിട്ടാണോ വരിക. അതേപോലെ മറ്റാൾക്കാരുടെ ചിന്തകളെ പറ്റിയിട്ട് അവരെന്നെ പറ്റി എന്തായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ അവർക്കത് ഓക്കെ ആയിരിക്കുമോ. ഇപ്പോൾ ഒരു ബോസിൻ്റെ അടുത്ത് ഞാൻ എങ്ങനെ സംസാരിക്കണം, ഏത് ടൈമിൽ സംസാരിക്കണം, ഏത് ടോണിൽ സംസാരിക്കണം, ഇതൊന്നും നമുക്കിങ്ങനെ ഡെഫിനറ്റായിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ പലപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് പോകാറുള്ളത്. അപ്പോൾ നമ്മളൊരു എനിക്ക് ഇന്ന് ഇവിടെ പോകണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് വളരെ ഡെഫിനറ്റ് ആയിട്ടുള്ള പ്ലാൻസ് ആണ്. അവിടെ ഇങ്ങനെ സംഭവിക്കാറില്ല. പക്ഷേ ഈ കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ കൂടുതൽ ചിന്തിച്ച് വറീഡായിട്ട് പോകാറുള്ളത്. ആൻഡ് ഈ ഓവർ തിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി ഒരു സെൻസ് ഓഫ് കൺട്രോൾ ആണ് ഫീൽ ചെയ്യുക. കാരണം വി ഫീൽ മോർ പ്രിപ്പയർഡ്. അങ്ങനെ എല്ലാ പോസിബിലിറ്റീസും നമ്മൾ ആലോചിച്ച് പോയിട്ടുണ്ട് ഓൾറെഡി. ഒരു വാട്ട് ഓഫ് സിറ്റുവേഷൻസ് അല്ലേ ഇങ്ങനെ സംഭവിച്ചാൽ അതിന് എന്തൊക്കെയാണ് പോസിബിൾ, നമ്മൾ മോർ പ്രിപ്പയർഡ് ആണ്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ റീഇൻഫോഴ്സിംഗ് ആണ് നമുക്ക്. കാരണം എവിടെ ഒരു സെൻസ് ഓഫ് കൺട്രോൾ തോന്നുന്നുണ്ട്. അപ്പോൾ മോസ്റ്റ്ലി ഇങ്ങനത്തെ കോണ്ടെക്സ്റ്റിലാണ് അങ്ങനെ തിങ്ക് ചെയ്ത് പോവുക. അതൊരു റൂമിനേഷൻസ് പോലെ ആക്ട് ചെയ്യാറുണ്ട്. പിന്നെന്താണെന്ന് വെച്ചാൽ അതിലൊരു ഡിസ്ട്രാക്ഷൻ്റെ ഒരു എലിമെൻറ്റും കൂടിയുണ്ട്. കാരണം കുറേ നാളുകൾ ഇങ്ങനത്തെ ഒരു പാറ്റേണിലേക്ക് പോകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് തുടങ്ങുന്നതിന് പകരം അതിൻ്റെ തിങ്കിങ്ങിലും പ്ലാനിങ്ങിലും ആണ് കൂടുതലായിട്ട് ഇൻവോൾവ് ആവുക. അതൊരു സാറ്റിസ്ഫാക്ഷനും ഒരു ഫുൾഫിൽമെൻറ്റും കൊണ്ടുവരും. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് അതൊരു ഡിസ്ട്രാക്ഷൻ പോലെയും കൂടി ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതില് ആദ്യം തന്നെ നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി നമ്മൾ അവെയർ ആവുന്നു എന്നുള്ളതാണ്. എത്രത്തോളം എനിക്ക് അവെയർ ആവാൻ പറ്റുന്നുണ്ട്, ഞാൻ ഇങ്ങനത്തെ ഒരു പലപ്പോഴും ആൾക്കാർ അവെയർ ആണ്. ലൈക്ക് ഒരു ആങ്ഷ്യസ് ട്രേറ്റ്സ് ഉള്ള ആൾക്കാരിൽ എനിക്കറിയാം ഞാൻ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്തിട്ടാണ്. മേ ബി ഇപ്പൊ നമ്മൾ അതിനെ പറ്റിയെല്ലാം കൂടുതൽ സംസാരിക്കുന്നതുകൊണ്ടും കൂടിയായിരിക്കും ആൾക്കാർ മോസ്റ്റ്ലി അവെയർ ആണ്. ആൻഡ് അതിൻ്റെ ഒരു മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആ അവെയർനെസ്സിൽ ഞാൻ ഈ ലൂപ്പിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളത് നോട്ടീസ് ചെയ്യാൻ പറ്റണം. ഇന്നൊരു തോട്ട് ലൂപ്പിലേക്കാണ് ഞാൻ പോകുന്നത്. അത് ആ തോട്ടിനെ ഒന്ന് ലേബിൾ ചെയ്യാനും ഒന്ന് നോട്ടീസ് ചെയ്യാനും അതിന് മാറി പ്രസന്റിലേക്ക് വരാനും ഇവിടെ മൈൻഡ്ഫുൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാനുമാണ്. അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ തെറപ്പിയിലേക്ക് പോവാം. ഞാൻ ഇതിന് മുമ്പ് ഇതുപോലെ ഒരു ഡിസ്കഷൻ ഇടയ്ക്ക് പറഞ്ഞാണ്. അതായത് ഓവർ തിങ്ക് ചെയ്യുമ്പോൾ ഡോക്ടർ ഇതിന് മുമ്പ് പറഞ്ഞ പോലെ the brain doesn't know that ഈ തിങ്ക് ചെയ്യുന്ന കാര്യം റിയാലിറ്റി ആണോ. The moment you start planning, your mind is always convinced that അതായി കഴിഞ്ഞു. So that ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി you are convincing yourself that you are already prepared എന്നുള്ളത് ഒരു കൺട്രോൾ ആണല്ലോ ഫീൽ ചെയ്യുക. അപ്പൊ and then it becomes a loop. കാരണം ആക്ച്വലി റിയാലിറ്റിയോട് വരുമ്പോൾ അത് ചെയ്തിട്ടില്ലതാണ്. ഈ അവയർനെസിന്റെ കാര്യം പറഞ്ഞത്, മൈൻഡ്ഫുൾനെസിന്റെ കാര്യം പറഞ്ഞപ്പോ there should be a point where people should understand ഇവിടെ നിന്നാണ് ഓവർ തിങ്കിങ് തുടങ്ങുന്നത്. റൈറ്റ്? ഐ ആം നോട്ട് ഷുവർ അത് നമുക്കങ്ങനെ വളരെ സ്പെസിഫിക് ആയിട്ട് ഒരു പോയിന്റ് ആണോ എന്നും പറയാനും പറ്റുന്നില്ല. Is there a way people can understand that we have started overthinking?
ഇതിൽ അഗൈൻ ഇപ്പം എന്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ട്രേറ്റിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും അങ്ങനെ വരാറുണ്ട്. ഒരു ആങ്ഷ്യസ് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഉള്ളവരാണെങ്കിൽ അവരുടെ ഹിസ്റ്ററി എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർക്ക് ചെറുപ്പത്തിൽ തൊട്ടേ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഉണ്ട്. ചെറുപ്പത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ എക്സാംസിനെ പറ്റിയിട്ടായിരിക്കും, പെർഫോമൻസിനെ പറ്റിയിട്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റു ആൾക്കാരായിട്ടുള്ള എൻഗേജ്മെന്റ്സിൽ വരുമ്പോഴായിരിക്കും. ഇത് ഓരോന്നിനും അവർക്ക് ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിരിക്കും. അത് അഡൽട്ട്ഹുഡിൽ വരുമ്പോൾ അതേപോലെ തന്നെ മോർ സ്ട്രെങ്തൻഡ് ആയി നമ്മുടെ ഒരു ഭാഗമാവുന്ന പോലെ പോകുന്ന രീതിയിലുണ്ട്. പിന്നെ അല്ലാതെ വരുന്ന ഒരു രീതി എന്താ വെച്ചാൽ വളരെ സ്പെസിഫിക് ട്രിഗേഴ്സിന് ശേഷം, ഇപ്പോൾ ഒരു ഗ്രീഫ് ഉണ്ടായതിനു ശേഷം ആ ഇൻസിഡൻറ്റിനെ പറ്റിയിട്ട് ഇപ്പോൾ പലപ്പോഴും കൂടുതൽ അഡൽട്ട്സിൽ കാണാറുള്ളതാണ്. ഇപ്പോൾ എന്തെങ്കിലും ഫാമിലി പ്രോബ്ലംസിന് ശേഷം, ഇപ്പോൾ പ്രോപ്പർട്ടി ഇഷ്യൂസോ ഇല്ലെങ്കിൽ അതുവരെയുള്ള റിലേറ്റീവ്സ് ആയിട്ടോ സിബ്ലിങ്സ് ആയിട്ടോ ഉള്ള റിലേഷൻഷിപ്പിൽ നിന്ന് മാറി. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് കോൺസ്റ്റന്റ്ലി വെറി ചെയ്തുകൊണ്ടിരിക്കണോ, ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കണോ, എല്ലാ പോസിബിലിറ്റീസ് സോർട്ട് ചെയ്യാൻ നോക്കണോ എന്നുള്ളതൊക്കെ. അതെ, ആ ഒരു ഇൻസിഡന്റിന് ശേഷം വരുന്നതാണ്. പക്ഷെ വെരി ഓഫൺ അവരിലാണെങ്കിൽ അത് എന്തെങ്കിലും ഒരു വൾണറബിലിറ്റി ഉണ്ടായിട്ടുണ്ടാവാം, അവരുടെ ജനറ്റിക് ആയിട്ടോ ഇങ്ങനത്തെ പാറ്റേൺസ്. ബിക്കോസ് ഇതൊരു ഒരു കോപ്പിംഗ് രീതിയാണല്ലോ. പക്ഷെ മേ ബി ആ ഒരു ഇൻസിഡന്റ് വരെ അത് അത്രയും റിഫ്ലക്ട് ചെയ്തിട്ടില്ല, എക്സ്പ്രസ്ഡ് ആയിട്ടില്ല എന്നുള്ളതായിരിക്കും. ആൻഡ് ഇപ്പം നേരത്തെ ചോദിച്ച മാതിരി അതിൽ എങ്ങനെ അവെയർ ആവാം എന്നുള്ളതിൽ ഇപ്പം മൈൻഡ്ഫുൾനെസ് അഗൈൻ എനിക്ക് തോന്നുന്നു ഈ കോണ്ടെക്സ്റ്റിൽ നമുക്ക് മൈൻഡ്ഫുൾനെസ്സിനെ പറ്റിയും ഇപ്പോൾ വളരെ പോപ്പുലർ ആണല്ലോ. എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ മൈൻഡ്ഫുൾനെസ്സിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. മൈൻഡ്ഫുൾനെസ്സിൻ്റെ ഒരു കോൺസെപ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രസൻറ്റിൽ നിൽക്കാനായിട്ട് എങ്ങനെ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും എപ്പോഴും ആഗ്രഹിക്കുന്നതും പറയുന്നതും അതാണല്ലോ, നമുക്ക് പാസ്റ്റിലേക്ക് പോകരുത്, ഫ്യൂച്ചറിലേക്ക് പോകരുത്, എനിക്ക് പ്രസൻറ്റിൽ മാക്സിമം എൻഗേജ് ചെയ്യാനും നിൽക്കാനും പറ്റണം എന്നുള്ളതാണ്. അപ്പോൾ മൈൻഡ്ഫുൾനെസ് അതിൻ്റെ പ്രോസസ്സാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, എങ്ങനെയാണ് എനിക്ക് പ്രസൻറ്റിൽ നിൽക്കാൻ പറ്റുക. അപ്പോൾ പലപ്പോഴും നമുക്ക് സെൻസസിലൂടെയാണ് നമുക്ക് പ്രസൻറ്റിൽ നിൽക്കാനായിട്ട് പറ്റുക. സെൻസസ് ആണ്. ഇപ്പൊ നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിക്കണം, ഇവിടെ നമ്മൾ പരസ്പരം പറയുന്നത് കേൾക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നുണ്ട്, വേർബൽ ആൻഡ് നോൺ വേർബൽ ആയിട്ടുള്ള എക്സ്പ്രഷൻസ് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ എല്ലാ സെൻസസും വളരെ ആക്റ്റീവ് ആണ്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് പ്രസന്റിൽ നിൽക്കാൻ പറ്റുക, ആ സെൻസറി ലെവലിൽ ഉള്ളത്. പിന്നെ അതിൽ വെരി ഇമ്പോർട്ടൻറ്റ്, ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ എത്രത്തോളം ആ എക്സ്പീരിയൻസിനോട് ഓപ്പൺ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ജഡ്ജ്മെന്റ്സിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഞാനിവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ തന്നെ ഞാനിത് പറയുന്നത് ഓക്കെ ആണോ, ഞാൻ പറയുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടാവോ എന്നുള്ള പോലെയുള്ള തോട്ട്സിലേക്ക് പോവുകയാണെങ്കിൽ അഗൈൻ ഞാൻ പ്രസന്റ് നിന്ന് മാറി അതിലേക്കാണ് പോകുന്നത്. എൻ്റെ ജഡ്ജ്മെന്റ്സിലേക്കും ഞാൻ അവിടെ ഓപ്പൺ ആയിട്ടല്ല പോകുന്നത്, ആ ഇവാലുവേഷൻസിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി എൻ്റെ അറ്റൻഷൻ ഡിസ്ട്രാക്റ്റഡ് ആയി. അപ്പോൾ ആ ഒരു നോൺ ജഡ്ജ്മെന്റലായിട്ടും സെൻസേഷൻസിനെ പറ്റി അവെയർ ആവാൻ പറ്റുക, അങ്ങനെ പ്രസന്റിൽ എൻഗേജ് ചെയ്യുക എന്നുള്ളതാണ് മൈൻഡ്ഫുൾനെസ്സിന്റെ കോൺസെപ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇപ്പം നമ്മൾ ഈ ഓവർ തിങ്കിങ് ലൂപ്പിലേക്ക് പോകുമ്പോൾ അതൊക്കെയാണ് ഒരു പാറ്റേൺ, നമ്മുടെ ഒരു സ്വഭാവത്തിന്റെ ഭാഗമാവുന്ന പോലെയുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിനെ മാത്രമായിട്ട് ഫിക്സ് ചെയ്യാൻ പലപ്പോഴും നമുക്ക് പറ്റില്ല. ഞാൻ ഓവർ തിങ്ക് ചെയ്യരുത്, കാരണം ഓവർ തിങ്കിങ് പലപ്പോഴും ഉണ്ടാവുക പാസീവായിട്ടിരിക്കുമ്പോഴാണ്. ഞാൻ കിടക്കാൻ നേരത്ത്, ഉറങ്ങാനായിട്ട് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ മേ ബി ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, വെറുതെ ഇരിക്കുന്ന സമയത്ത്, ഇല്ലെങ്കിൽ റീഡിങ് ചെയ്യുമ്പോഴും ചിലപ്പോൾ ആൾക്കാർക്ക് പറ്റാറുണ്ട്. ബിക്കോസ് ഒരു ഫിസിക്കൽ മൂവ്മെന്റ് കുറവാണല്ലോ, അപ്പോൾ അവിടെ തുറന്നിരിക്കുന്നുണ്ടാവും, മൈൻഡ് വേറെ എവിടെയെങ്കിലും ആവും. അപ്പോൾ യൂഷ്വലി ഇങ്ങനെ വളരെ ഓട്ടോമാറ്റിക് ഒരു ഓട്ടോ പൈലറ്റ് മോഡിൽ പോകുന്ന കാര്യങ്ങളിലാണ് അതിലും ഇത് സംഭവിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും ആൾക്കാർ റിയലൈസ് ചെയ്യുക വർക്കിൽ എഫിഷ്യൻസി കുറയുമ്പോഴാണ്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു പാറ്റേൺ ആയിരിക്കും അവിടെ വരുന്നുണ്ടാവുക. അപ്പൊ ജനറലി മൈൻഡ്ഫുൾ ആവാൻ പറ്റണം, തോട്ട്സിനെ പറ്റി അവെയർ ആവാൻ പറ്റണം, എന്തിലേക്കാണ് ഞാൻ പോകുന്നത് എന്നുള്ള പോലെ ഒരു അവയർനെസ് കൂട്ടിക്കൊണ്ടുവരുന്നതിനനുസരിച്ച് ഇത് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റും. ഈ സെൽഫ് അവയർനെസ് അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇത് സിമ്പിൾ ആയിട്ട്, അതായത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ that will help us a lot. Definitely. അങ്ങനെയുള്ള കാര്യങ്ങൾ ഡോക്ടർ ഒത്തിരി
ടോക്സിനൊക്കെ പോകുന്നുണ്ട്, യു വുഡ് ഹാവ് ഓൾറെഡി സെഡ് സംതിങ് ലൈക്ക് അതെ അതെ ഡെഫിനറ്റ്ലി. അപ്പം മൈൻഡ്ഫുൾനെസ് ആക്ച്വലി അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ലൈക്ക് അതൊരു ഒരു എന്താ പറയുക, ഫിക്സ് ചെയ്യാനോ ഇല്ലെങ്കിൽ ഒരു കാര്യം മാറ്റാൻ വേണ്ടിയുള്ള ഒരു സ്ട്രാറ്റജി അല്ല. അതൊരു വേ ഓഫ് ലൈഫ് ആക്കേണ്ട പോലെയുള്ള ഒരു കാര്യമാണ്. അപ്പം അതിൽ നമ്മളൊരു പല രീതിയിലുള്ള പ്രാക്ടീസ് എന്താ വെച്ചാൽ ഇപ്പോൾ തെറപ്പിയിൽ വരുമ്പോൾ ഓരോ മോഡലിനനുസരിച്ചാണ് ഓരോ കോൺസെപ്റ്റും വരിക. ഓരോ മോഡൽ ഇപ്പോൾ മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് മാത്രമായിട്ടുള്ള തെറപ്യൂട്ടിക് സ്ട്രാറ്റജീസ് ഉണ്ട്. ഞാൻ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്നത് ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തെറപ്പിയാണ്. ഇപ്പോൾ CBT മേ ബി കേട്ടിട്ടുണ്ടാവുമല്ലോ, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി എന്ന് പറഞ്ഞിട്ട് വളരെ കോമൺ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ട് ഡിപ്രഷനിലെല്ലാം പറയുന്ന ഒരു കൈൻഡ് ഓഫ് തെറപ്പിയാണ്. പക്ഷെ അതിൽ മോർ ഓഫ് ഒരു തോട്ട് ഇവാലുവേഷൻസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എത്രത്തോളം ഒരു റിയാലിറ്റി ആയിട്ട് എന്താ പറയുക ആക്ച്വൽ എവിഡൻസസ് ഉണ്ട് എന്നുള്ള ഒരു ഇവാലുവേഷൻസിലേക്കുമാണ്. ഇവാലുവേഷൻസ് മാത്രമല്ല, അങ്ങനെയുള്ള കുറച്ച് സ്ട്രാറ്റജീസ് ആണ് അതിലേക്ക് പോകുന്നത്. വേറെ ആക്ട് എന്ന് പറയുന്നത് ആക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെന്റ് തെറപ്പി എന്നാണ്. അപ്പോൾ അതിൽ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മോർ ഓഫ് ഒരു പ്രസന്റിൽ നിൽക്കാനായിട്ട് എങ്ങനെയാ പറ്റുക എന്നുള്ള പോലെ ഒരു ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള പോലെയുള്ള കാര്യങ്ങളാണ്. അപ്പം അവിടെ എല്ലാം മൈൻഡ്ഫുൾനെസ്സിൻ്റെ എല്ലാ പ്രാക്ടീസസിലും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഞാനിപ്പോൾ ഒരു ആക്ടിൻ്റെ കോണ്ടെക്സ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ മൈൻഡ്ഫുൾനെസ്സിൻ്റെ പ്രാക്ടീസിൽ ഒരു ഡെയിലി ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റണം. ഇപ്പം മൈൻഡ്ഫുൾ ഈറ്റിങ്ങിൽ പറയുന്നത്, ഇപ്പം നമ്മൾ പലപ്പോഴും ഗാഡ്ജറ്റ്സ് എന്തെങ്കിലും കണ്ടുകൊണ്ടായിരിക്കും കഴിക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ നമ്മൾ ആക്ച്വലി അവിടുത്തെ ആ ടേസ്റ്റിനെ പറ്റിയോ ആ സെൻസേഷൻസിനെ പറ്റിയോ അവെയർ അല്ല. അപ്പോൾ അങ്ങനെയുള്ള ഡെയിലി റൂട്ടീൻ ആക്ടിവിറ്റീസിൽ നമുക്ക് മൈൻഡ്ഫുൾ ആവാൻ പറ്റുകയാണെങ്കിൽ അതാണൊരു ബെസ്റ്റ് മെത്തേഡ്. അതിൽ എപ്പോഴും ഞാൻ ക്ലയൻസിനോട് പറയും, ആദ്യത്തെ ഒരു മാസത്തെ ഒരു 2-3 ആഴ്ചയിലൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ഞാനിത് ചെയ്യാൻ ഓർക്കുക എന്നുള്ളത് മാത്രമാണ്. ബിക്കോസ് പലപ്പോഴും നമ്മൾ വളരെ മൈൻഡ്ലെസ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുക. കൈയും കാലമൊക്കെ ചെയ്യുന്ന പോലെയാണല്ലോ പലപ്പോഴും ചെയ്യാം. അപ്പോൾ ഞാൻ കുളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഓക്കെ ഇവിടെ എന്താ നടക്കുന്നത്, സോപ്പിൻ്റെ സ്മെല്ല് അറിയുന്നുണ്ടോ, വെള്ളം വീഴുന്നത് അറിയുന്നുണ്ടോ, ദേഹത്ത് തൊടുമ്പോൾ എനിക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യണം. കാരണം പലപ്പോഴും ചിലപ്പോൾ ഒരുപാട് പ്ലാനിങ് എല്ലാം കുളിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കുമല്ലോ നടക്കുന്നുണ്ടാവുക. അപ്പോൾ തിരിച്ച് ആ പ്രസൻറ്റിൽ വരാൻ പറ്റുക, ആ സെൻസേഷൻസിലേക്ക് വരാൻ പറ്റുക. അപ്പോൾ ഒരു ഡെയിലി ആക്ടിവിറ്റീസിൽ മൈൻഡ്ഫുൾ ആവുക എന്നുള്ളതാണ് ഡെഫിനറ്റ്ലി ഒരു വേ ഓഫ് പ്രാക്ടീസ്. പിന്നെ അതല്ലാതെ വളരെ ഒരു ഫോർമൽ എക്സസൈസ്, ഒരു മെഡിറ്റേറ്റീവ് ആയിട്ട് ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങളുണ്ട്. ഒരു ഗ്രൗണ്ടിങ് ടെക്നിക്സ് പോലെയുണ്ട്. അതായത് ഇപ്പം നമ്മൾ ഈ റൂമിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവിടുത്തെ ഒരു ടെമ്പറേച്ചർ നമ്മൾ അവെയർ ആണോ, ഇവിടുത്തെ ലൈറ്റ്സിനെ പറ്റിയും അങ്ങനെയുള്ളതിനെ പറ്റി കേൾക്കുന്ന സൗണ്ട്സിനെ പറ്റിയിട്ട് നമ്മൾ അവെയർ ആണോ. അപ്പോൾ നമ്മൾ അതിലെന്താ വെച്ചാൽ ഒരു ഫോർമൽ ഒരു പോസ്ചറിൽ ഇരുന്ന് വേറെ ആക്ടിവിറ്റീസ് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. അവിടെ ഇരുന്ന് സൗണ്ട്സിനെ പറ്റി അല്ലെങ്കിൽ എൻ്റെ ബ്രെത്തിനെ പറ്റിയിട്ട് എൻ്റെ ബോഡി പോസ്ചറിനെ പറ്റിയിട്ട് എല്ലാം നോട്ടീസ് ചെയ്യാനായിട്ട് നോക്കുകയാണ്. അഗൈൻ നോൺ ജഡ്ജ്മെന്റലായിട്ട്. ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതിൽ ഞാൻ കംഫർട്ടബിൾ ആയിരിക്കില്ല, എനിക്ക് ഇവിടെ വേദന ഉണ്ട് അല്ലെങ്കിൽ ഇവിടെ ഒരു സ്റ്റിഫ്നെസ് ഉണ്ട്, അതിനെ എല്ലാം നോട്ടീസ് ചെയ്യാൻ നോക്കുകയാണ്. ഒന്നും ചേഞ്ച് ചെയ്യാൻ നോക്കുന്നില്ല. യു ബിക്കമിങ് അവെയർ, യു നോട്ടീസിങ് ദാറ്റ് ദിസ് എക്സിസ്റ്റ്, ഇൻ ദാറ്റ് വേ യു കമ്മിങ് ബാക്ക് ടു ദ പ്രസന്റ്. മൈൻഡ്ഫുൾനെസ് ഇപ്പം ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഐഡിയൽ നമുക്ക് ജീവിതം എൻജോയ് ചെയ്യണമെങ്കിൽ മൈൻഡ്ഫുൾ ആയിട്ട് എൻജോയ് ഇല്ലെങ്കിൽ നല്ല ബിരിയാണി ഇരിക്കുന്നത് പക്ഷെ നമ്മള് വേറെ വല്ലതും ചെയ്തോണ്ടിരിക്കുന്നെങ്കിൽ ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ നമുക്ക് ആ ഒരു ഫുള്ളായി ഒരു സെറ്റൈറ്റി പോലും നമ്മൾ പലപ്പോഴും അറിയില്ലല്ലോ. കൂടുതൽ കഴിക്കുന്നുണ്ടാവും, ഒരു ഓവർ ഈറ്റിങ്ങിലേക്കൊക്കെ പോകുന്നുണ്ടാവും. കുട്ടികളിലാണെങ്കിലൊക്കെ ഇപ്പൊ ഗാഡ്ജറ്റ്സ് കണ്ടാലാണ് കഴിക്കുള്ളൂ എന്നുള്ള പോലത്തെ കാര്യങ്ങള്. ആൻഡ് ആക്ച്വലി ആൾക്കാർക്ക് ഫീൽ ചെയ്യുക ഞാൻ മൾട്ടി ടാസ്ക് ചെയ്യണോ എന്നുള്ള പോലെ, എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ ദാറ്റ്സ് നോട്ട് ട്രൂ. നമുക്ക് ആക്ച്വലി ഒരു സമയത്ത് ഒരു കാര്യമാണല്ലോ ചെയ്യാൻ പറ്റുള്ളൂ. ഓൺലി തിങ് ഇസ് ദാറ്റ് സിസ്റ്റത്തിൽ കുറേ വിൻഡോസ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന പോലെയാണ്, പലതും ഇൻകംപ്ലീറ്റ് ആയിരിക്കും, എല്ലാം നമ്മളിങ്ങനെ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും എന്നുള്ള പോലെയാണ് സംഭവിക്കുക.